ഞാൻ ഈ വീട്ടിലെ കസേര. എന്നെ വാങ്ങിയത് ഇരിക്കാനാണെങ്കിലും എന്നെ ഇപ്പൊ ഉപയോഗിക്കുന്നത് വേറെ പല ആവശ്യങ്ങൾക്കുമാണ്. കണ്ടോ, ഇതാണ് എന്റെ അവസ്ഥ. എന്ന് ഞാൻ ആഗ്രഹിക്കും എന്റെ ദേഹത്ത് ആരെങ്കിലും വന്നൊന്ന് ഇരുന്നായിരുന്നെങ്കിൽ എന്ന്. ആ, എന്തോ ചെയ്യാനാ. പെട്ടെന്ന് ഒരു ദിവസം എന്നെ വൃത്തിയാക്കുന്ന കണ്ടപ്പോ ഞാനങ്ങ് കൊതിച്ച്. പിന്നെന്തുവാ, വീട്ടിൽ ആരോ വിരുന്നുകാർ വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് വീട് വൃത്തിയാക്കുന്നതിന്റെ കൂട്ടത്തിൽ എന്നെ വൃത്തിയാക്കിയതാ. മടുത്തി ജീവിതം. 5 വർഷം മുമ്പ് ഈ വീടിൻ്റെ പാലാച്ചിനെ ഗിഫ്റ്റ് കിട്ടിയത് തന്നെ. അന്ന് ഷോക്കേസിൽ കയറിയതാ. ഇതുവരെ പിന്നെ പുറം ലോകം കണ്ടിട്ടില്ല. ഇവിടെ വിരുന്നുകാരൊക്കെ വരുമ്പോൾ വർഷത്തിൽ 1-2 തവണ എന്നെ ഒന്ന് പുറത്തെടുത്താലായി. ഇവരിപ്പോഴും ചളുങ്ങിയ പ്ലേറ്റും വക്കൂട്ടിയ ഗ്ലാസ്സൊക്കെ ഉപയോഗിക്കും. എന്നെ ഇനി എന്നും ഉപയോഗിക്കാൻ, എന്നും ഇവിടെ ഒരു കാഴ്ച വസ്തുവായിട്ടിരിക്കാനായിരിക്കും എൻ്റെ വിധി. പണ്ടേതോ കല്യാണത്തിന് പോയപ്പോൾ കിട്ടിയതാ അവർക്ക് എന്നെ. അന്ന് ഞാൻ ഫ്രിഡ്ജിൽ കയറിയതാ. ഈ ഫ്രിഡ്ജിലെ കൊടും തണുപ്പ് സഹിച്ച് ചുക്കി ചുളിഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ഇടയ്ക്കിടയ്ക്ക് ഈ വീട്ടിലെ ചെറുക്കം വന്ന് ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിക്കും എന്നെ എടുക്കാനായിരിക്കണേന്ന്. പക്ഷെ ഒരിക്കലും അല്ല, എല്ലാം വെറുതെയാണ്. വെറുതെ ഒരു ശവത്തിന് പോലും ഇത്രയും നാൾ ഫ്രീസറിൽ ഇരിക്കേണ്ടി വന്നിട്ടില്ല. അവർക്ക് എന്നോട് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ ഉപകാരം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എന്നെ ഇതിൽ നിന്ന് മോചിപ്പിക്കാനുള്ളത്. ഞാനും ഈ വീട്ടിൽ ഗിഫ്റ്റായിട്ട് വന്നതാ. അന്ന് ഇട്ട് തന്ന ബാറ്ററിയാ ഇപ്പം ആട്ടം നിന്നിട്ട് കുറേ നാളായി. പണ്ടവർക്ക് എന്നെ വേണമായിരുന്നു, ഇപ്പം അവർക്ക് എന്നെ വേണ്ട. എന്നാലും എല്ലാ ദിവസവും കൃത്യമായി ഞാൻ 2 നേരം സമയം കാണിക്കും. ഇപ്പം ഞാൻ കുറെ പല്ലിക്കും പാറ്റയ്ക്കും കൂട് വെക്കാനുള്ള ഒരു സ്ഥലമായി മാറിക്കഴിഞ്ഞു. എനിക്ക് 2 ബാറ്ററി മേടിച്ചിട്ട് പഴയ പ്രതാപകാലം ഇവർക്ക് തിരികെ തന്നൂടെ? ഈ വീട്ടിലെ ചെറുക്കൻ വാരണവായിരം കണ്ട് പെമ്പിള്ളാരെ ഇമ്പ്രസ് ചെയ്യാൻ മേടിച്ചതാ എന്നെ. ആദ്യമൊക്കെ എന്നെ ഭയങ്കര കാര്യമായിരുന്നു. എന്നെ എന്നും എടുത്ത് വൃത്തിയാക്കും, സൂക്ഷിച്ച കൈകാര്യമൊക്കെ ചെയ്യത്തുള്ളായിരുന്നു. പിന്നെ യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ട് എന്നെ എടുത്ത് ട്യൂൺ ചെയ്യും. ആദ്യത്തെ ആവേശം കഴിഞ്ഞപ്പോൾ എന്നെ ഇപ്പോൾ വേണ്ടാതായി. ഈ മൂലയ്ക്ക് ഒരു കാഴ്ച വസ്തുവായിട്ട് ഒതുങ്ങിയിരിക്കും ഇപ്പോൾ. പണ്ടൊക്കെ ഫോട്ടോഷൂട്ടെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തോണ്ട് പോവായിരുന്നു, ഇപ്പൊ അതും ഇല്ലാതായി. പണ്ടെപ്പോഴോ മഞ്ഞുമൽ ബോയ്സിൽ സുഭാഷ് കുഴിയിൽ വീണ പോലെ ഈ കട്ടിലടിയിൽ വീണു പോയതാ ഞാൻ. അന്നോട്ട് ഇന്ന് വരെ എന്നെ ആരും ഇതുവരെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. എപ്പോഴും റൂം വൃത്തിയാക്കുമ്പോൾ ഞാനും ആഗ്രഹിക്കും എന്നെ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരുന്നില്ലെന്ന്. പക്ഷെ അവർ ഇതുവരെ മൈൻഡ് പോലും ചെയ്തിട്ടില്ല. പിന്നെ എപ്പോഴെങ്കിലും ആ ചെറുക്കൻ്റെ കയ്യിൽ നിന്ന് ഇയർഫോൺ കട്ടിലടിയിൽ വീഴുമ്പോൾ ഞാൻ വിചാരിക്കും ആ ഇയർഫോണിൻ്റെ കൂടെ അവ എന്നെ എടുക്കുമെന്ന്. പക്ഷെ അവൻ ആ ഇയർഫോൺ മാത്രം എടുത്തോണ്ടങ്ങ് പോകും. എൻ്റെ ജീവിതം ഈ കട്ടിലടി കിടന്ന് നരയിക്കാനുള്ളത്. പണ്ട് ഞാനായിരുന്നു ഈ വീട്ടിലെ എല്ലാമെല്ലാം. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നായിരുന്നു എന്നെ കാണുന്നത്. അപ്പം കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പണ്ട് വാർത്ത, സീരിയല്, ക്രിക്കറ്റ്, ഫുട്ബോൾ, സിനിമ എന്നെ ഓഫാക്കത്തേ ഇല്ലായിരുന്നു. എന്നെ ചൊല്ലി ഇവിടെ വഴക്ക് വരെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരു കാലം. ഇപ്പോൾ ആണെങ്കിൽ എന്നെ ഓണാക്കത്തും കൂടി ഇല്ല. വേറെ ഏതെങ്കിലും സ്വിച്ച് ഇടുമ്പോൾ കൈ തട്ടി എന്നെ ഒന്ന് ഓണാക്കിയാലായി. ഇടയ്ക്കെടുത്ത് ചെറുക്കം ഒന്ന് ഓണാക്കുമ്പോൾ ഞാനങ്ങ് സന്തോഷിക്കും. പക്ഷെ ആ ചെറുക്കം എന്നെ ഓണാക്കിയിട്ടിട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഇതിലും വലിയ അപമാനം എനിക്ക് ഉണ്ടാവാനുണ്ടോ? ഇൻസൾട്ട് ചെയ്യുമല്ലേ എന്നെ. ഇവർക്ക് എന്നെ വേണ്ടെങ്കിൽ വേറെ ആർക്കെങ്കിലും എടുത്ത് കൊടുത്തൂടെ? പണ്ട് ഇവിടുത്തെ ചേച്ചി തയ്യൽ പഠിച്ച സമയത്ത് എന്നെ വാങ്ങിയതാ. അന്നൊക്കെ എന്നെ എന്നും എണ്ണയിടും, തുടയ്ക്കും, കറക്കും. എനിക്ക് തണുക്കാതിരിക്കാൻ തുണി കൊണ്ട് മൂടിയിടും. പക്ഷെ ഇപ്പോ എന്നെ ആർക്കും വേണ്ട, ആരും തിരിഞ്ഞു പോലും നോക്കുന്നില്ല. പണ്ട് ചേച്ചിയുടെ പിള്ളേര് കളിക്കാനായിട്ടെങ്കിലും എന്നെ കറക്കുമായിരുന്നു. ഇപ്പൊ പിള്ളേര് വളർന്നുകൊണ്ട് അവർക്കും എന്നെ വേണ്ട.